അശ്ശമാഇലുൽ മുഹമ്മദിയ്യ സബക്ക് 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്. അശ്ശമാഇലുൽ മുഹമ്മദിയ്യയുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് ഒരു ഇൽമിൻ്റെ വേദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിന് നൽകിയ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ട്. അവസരങ്ങൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇൽമിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഇൽമ് കൊണ്ട് ജോലിയാവൽ അഥവാ ഇൽമ് പഠിക്കൽ, ഇൽമ് പഠിപ്പിക്കൽ, അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ്, വലിയ ആരാധനയാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൽമ് പഠിക്കുന്നതിന് വയസ്സ് പ്രശ്നമല്ല. മിനൽ മഹ്ദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ ഖബർ വരെ. അല്ലാതെ ഞാൻ കുറേ വയസ്സായാലും, എനിക്ക് 40 വയസ്സായാലോ 50 വയസ്സായാലോ ഇനിയിപ്പോൾ പഠിക്കാനൊന്നും ആവില്ല, അങ്ങനെയല്ല. മിനൽ മഹ്ദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ ഖബർ വരെയാണ് ഇൽമ് പഠിക്കേണ്ടതായ സമയം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. അത് നമ്മൾ മക്കളെ പഠിപ്പിക്കുകയും വേണം. ഫതുഹുൽ മുഈനിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഒരു രക്ഷിതാവിൻ്റെ മേൽ ആദ്യം ബാധ്യതയാകുന്നു, പ്രഥമ ബാധ്യത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കലാണ്. അപ്പോൾ അതിന് നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു രചിച്ചതായ അശ്ശമാഇലുൽ മുഹമ്മദിയ്യ. അശ്ശമാഇലുൽ മുഹമ്മദിയ്യ ഇതിൽ 56 അധ്യായങ്ങളാണുള്ളത്. 400-ലധികം ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്താണ് ശമാഇൽ എന്ന് പറഞ്ഞാൽ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും തങ്ങളുടെ സ്വഭാവവും തങ്ങളുടെ ഇരുത്തവും നടത്തവും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ശമാഇൽ. ശമാഇലിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു രചിച്ചതായ അശ്ശമാഇലുൽ മുഹമ്മദിയ്യ. അത് നമ്മൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു വേറെയും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ജാമിഉ തിർമിദി, സിഹാഹു സിത്ത, 6 ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒന്നാണ് ജാമിഉ തിർമിദി. അത് രചിച്ചത് ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ആണ്. അവരുടെയൊക്കെ ബറക്കത്തുണ്ട്. അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. ഖാല ശൈഖ് അൽ ഹാഫിളു അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ ബിൻ സൗറ അത്തിർമിദി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 1-ാമത്തെ അധ്യായം, ബാബു മാ ജാഅ ഫീ ഖൽഖി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിഘടന അത് വിശദീകരിക്കുന്നതാണ് 1-ാമത്തെ അധ്യായം. ഖൽഖ്, ഖുലുഖ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമാണ്. ഖുലുഖ് എന്ന് പറഞ്ഞാൽ ആന്തരികമാണ്. ഖൽഖ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം, കൈ, കാൽ ഇതൊക്കെ പെട്ടു. ഖുലുഖ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ആന്തരികമായിട്ടുള്ളതാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമാക്കപ്പെട്ടിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൻസാനുൽ കാമിലാണ്. യാതൊരു ന്യൂനതയുമില്ല. എല്ലാ ന്യൂനതയെ തൊട്ടും രക്ഷപ്പെട്ട് പരിശുദ്ധമാക്കപ്പെട്ടവരാണ്, മുക്തമാക്കപ്പെട്ടവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 1-ാമത്തെ ഹദീസ്, അഖ്ബറന അബൂ റജാഇൻ ഖുതൈബത്ത് ബിൻ സഈദിൻ അൻ മാലിക് ബിൻ അനസിൻ അൻ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു സമിഅഹു. അന്നഹു തീർച്ചയായും റബീഅത്ത് റളിയല്ലാഹു അൻഹു, സമിഅഹു അനസ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടു. യഖൂൽ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കേട്ടു. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാദിമുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായിരുന്നു. 10 വയസ്സായപ്പോൾ നബി തങ്ങളുടെ ഖിദ്മത്തിന് വേണ്ടി തൻ്റെ ഉമ്മ ഏൽപ്പിച്ചു കൊടുത്തതാണ്.
ബഹുമാനപ്പെട്ടവർ 100 വയസ്സിലധികം ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ സമ്പത്തിലും കുടുംബത്തിലും ബറക്കത്തുണ്ടാവാൻ വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞതാ, യാ റസൂലല്ലാഹ് ഉദുഉലി അനസിൻ, അനസിന് വേണ്ടി നിങ്ങളൊന്ന് ദുആരക്കണം. ആ സമയത്ത് നബി തങ്ങൾ നല്ലോണം ദുആ ചെയ്തു കൊടുത്തു. ആ ദുആന്റെ ബറക്കത്ത് കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു കുറേ വർഷം ജീവിച്ചു. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായി. എല്ലാ സ്ഥലത്തും വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് വിളവെടുപ്പ്. എന്നാൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഫിൽ ആമി മറത്തൈനി 2 തവണ വിളവെടുപ്പ് ഉണ്ടാകുമായിരുന്നു. അതുപോലെ ധാരാളം മക്കൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നബി തങ്ങളുടെ ദുആഇന്റെ ബറക്കത്താണ്. അപ്പം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കേട്ടു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ലൈസ ബിത്തവീലിൽ ബാഇൻ, തങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക, തങ്ങൾ അങ്ങേയറ്റം നീളം കൂടിയവരായിരുന്നില്ല, ഭയങ്കര നീളമുള്ള ആളായിരുന്നില്ല. വലാബിൽ ഖസീർ, അതുപോലെ കുള്ളനുമായിരുന്നില്ല, ഒരു ഒത്ത ആളാണ്. വലാബിൽ അബിയലിൽ അംഹക്, അതേ പ്രകാരം തന്നെ വെറുക്കപ്പെടുന്നതായ വെളുപ്പ്, അതായത് വെറുക്കപ്പെടുന്ന വെളുപ്പ് എന്ന് പറഞ്ഞാൽ തനി വെളുപ്പ്, അതായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വലാബിൽ ആദമി, അതേ പ്രകാരം തന്നെ തവിട്ടു നിറമുള്ളവരുമല്ല, തവിട്ട് നിറമുള്ളവരുമല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുവപ്പ് കലർന്നതായ വെളുപ്പായിരുന്നു, ചുവപ്പ് കലർന്നതായ വെളുപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാതെ തനി വെളുപ്പും അല്ല, പിന്നെ തവിട്ട് നിറമുള്ളവരുമല്ല. ആരാണ്? ചുവപ്പ് കലർന്നതായ വെളുപ്പായിരുന്നു നബി തങ്ങളുടെ നിറം. വലാ ബിൽ ജഅദിൽ ഖത്തത്തി വലാ ബിസ്സബ്തി, അതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നു? നബിതങ്ങളുടെ മുടി വലാബിൽ ജഅദിൽ ഖത്തത്തി, നബിതങ്ങളുടെ മുടി ചുരുങ്ങി, അങ്ങനെ ചുരുണ്ടതായ മുടി ഉണ്ടല്ലോ, അതല്ല. ചുരുണ്ടതായ മുടി, അങ്ങനത്തെ മുടി ഉണ്ടാകില്ല, ചില ആഫ്രിക്കക്കാർക്കൊക്കെ ഉണ്ടാകില്ലല്ലോ മുടി ചുരുങ്ങിയിട്ട് ചുരുണ്ടുണ്ട്, അതല്ല. വലാബി സബത്തി, അതേ പ്രകാരം തന്നെ നേർത്ത് നീണ്ടതോ ആയിരുന്നില്ല. അപ്പൊ ചുരുണ്ടതോ അല്ലെങ്കിൽ നേർത്ത നീണ്ടതോ ആയ മുടി ഉള്ളവരായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഒരു മിതമായിട്ടുള്ള മുടിയുള്ള ആളായിരുന്നു. ബഅസഹുല്ലാഹു തആല അലാ റഅസി 40 സന, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി നിയോഗിച്ചു. എപ്പോ? അലാ റഅസി 40 സന, 40-ാം വയസ്സിന്റെ തുടക്കത്തിൽ. 40 വയസ്സായപ്പോഴാണ് നബി തങ്ങൾ പ്രവാചകനായിട്ട് വന്നത്. കാരണം 40 എന്ന് പറഞ്ഞാൽ സിന്നുൽ കമാൽ, പൂർണ്ണതയുടെ വയസ്സാണ്. ഒരു വ്യക്തിത്വം അതൊക്കെ പൂർണ്ണമാകുന്നൊരു സമയമാണ് 40. അപ്പം 40-ാം വയസ്സിൻ്റെ തുടക്കത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഫഅഖാമ ബി മക്കത്ത 10 സിനീന, മക്കയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷം താമസിച്ചു. 10 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് 13 ഇവിടെ ചില്ലറ ഒഴിവാക്കിയ, ചില്ലറനെ പരിഗണിക്കാതെ 10 എന്ന് പറഞ്ഞതാ. വബിൽ മദീനത്തി 10 സിനീന, മദീനയിലും 10 വർഷം, മദീനയിലും 10 വർഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചു. വതവഫാഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിപ്പിച്ചു. എപ്പോൾ? അലാ റഅസി 60 സന, 60-ാം വയസ്സിന്റെ തുടക്കത്തിൽ. അതായത് ഒരു 60 വയസ്സ്, 63-ാം വയസ്സിലാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. അതേ പ്രകാരം വലൈസ ഫീ റഅസിഹി വലഹിയതിഹി 20 ശഅറത്തൻ ബൈളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ, അതായത് ശിരസ്, തലയിലും താടിയിലും 20 മുടി പോലും നരച്ചിരുന്നില്ല. 20 മുടി പോലും ഉണ്ടാക്കിയിട്ടില്ല, നരച്ചിരുന്നില്ല. അതാ വലൈസ, വാവ് ഹാലിയാണ്. ലൈസ ഫീ റഅസിഹി വലഹിയതിഹി, നബി തങ്ങളുടെ ശിരസിലും അതേ പ്രകാരം തന്നെ താടിയിലും ഇല്ല 20 ശഅറത്തൻ ബൈളാ, വെളുത്തതായ, അതായത് നരച്ചതായ ഒരു 20 മുടി. അപ്പം അത്ര മുടി പോലും നരച്ചിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയാണ് ഈ ഹദീസിലൂടെ രേഖപ്പെടുത്തുന്നത്. പിന്നെ മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും, യുക്ഫറു മൻ ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കറുത്ത ആളായിരുന്നു എന്ന് പറഞ്ഞാൽ കാഫിറാണ്. കാരണം അറിയപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുവപ്പ് കലർന്ന നല്ല വെളുത്ത ഒരാളായിരുന്നു എന്ന്. പിന്നെ നബി തങ്ങളെ കുറിച്ച് ഒരാൾ കറുത്ത ആളാണെന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാകുന്ന. യുക്ഫറു മൻ ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്വദ്, കറുത്ത ആളായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹം കാഫിറായി പോകും. അപ്പം ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികം നീണ്ടവരല്ല, കുറിയവരുമല്ല, ഒരൊത്തവരാണ്. അതേ പ്രകാരം അധികം തനി വെളുപ്പല്ല, പിന്നെ എന്തുമല്ല തവിട്ട് നിറമുള്ളവരുമല്ല, പിന്നെ എങ്ങനെയാണ് ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ചുരുങ്ങി ചുരുണ്ടതല്ല, അതുപോലെ നേർത്ത് നീണ്ടതുമല്ല, അതൊക്കെ ഒരു മിതമായ നിലക്കുള്ളതാണ്. 40-ാം വയസ്സിൻ്റെ തുടക്കത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചത്. പിന്നെ 10 വർഷം 13 വർഷമാണ് മക്കയിൽ താമസിച്ചത്. പിന്നെ 10 വർഷം മക്കയിൽ താമസിച്ചു, മദീനയിൽ താമസിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിൽ 10 വർഷം താമസിച്ചു. 63-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ വഫാത്തായി. ഇവിടെ അലാ റഅസി സിത്തീന സന, 60-ന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചില്ലറ ഒഴിവാക്കിയതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഹദീസ് 2. ഹദ്ദസനാ ഹുമൈദ് ബിൻ മസ്അദത്തൽ ബസ്രി ഹദ്ദസനാ ഖാല ഹദ്ദസനാ അബ്ദുൽ വഹാബ് സഖഫി അൻ ഹുമൈദിൻ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു റബ്അത്തൻ, ഒരു ഒത്ത നീളമുള്ള ആളായിരുന്നു. റബ്അത്ത് എന്ന് പറഞ്ഞാൽ ഒത്ത നീളമുള്ളത്. ലൈസ ബി ത്വീലി വലാ ബിൽ ഖസീരി, നബി തങ്ങൾ നീണ്ടവരും അല്ല കുറിയവരും അല്ല, ഒരു ഒത്ത ആളായിരുന്നു. ഹസനൽ ജിസ്മി, അതേ പ്രകാരം തന്നെ സുന്ദരമായ ശരീരമുള്ള ആളായിരുന്നു. സുന്ദരമായ ഒരു ശരീരം ഉടയവരായിരുന്നു നബി തങ്ങൾ. വകാന ശഅറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയായിരുന്നു വകാന ശഅറുഹു ലൈസ ബിജഅദിൻ വലാ സബ്തിൻ അസ്മർ വലാ സബ്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി അതെങ്ങനെയുള്ളതാണ്? ഒരു മുടി ചുരുണ്ടതോ അതുപോലെ നീണ്ടതോ ആയിരുന്നില്ല. ചുരുണ്ടത് അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ഹദീസിൽ, അതുപോലെ ഉള്ളവരൊന്നും ആയിരുന്നില്ല. അസ്മറ ലൗനി, അതേ പ്രകാരം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറത്തിനുടയവരാ, അല്ലാതെ ഇളം ചുവപ്പ് നിറമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇദാ മശാ യതകഫഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്ന സമയത്ത് മുന്നോട്ട് അല്പം ചായുമായിരുന്നു. മുന്നോട്ട് അല്പം ചായും, അതായത് നല്ല ലക്ഷ്യബോധത്തോടു കൂടി, അലക്ഷ്യമായിട്ടല്ല നബി തങ്ങളുടെ നടത്തം, നല്ല ലക്ഷ്യബോധത്തോടു കൂടി നല്ല നിലക്കായിരുന്നു നബി തങ്ങളുടെ നടത്തം. അപ്പോൾ ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഒത്ത നീളമുള്ള ഒരാളായിരുന്നു, നീണ്ടവരോ കുറിയവരോ ആയിരുന്നില്ല, സുന്ദരമായ ശരീരമുള്ളവരായിരുന്നു. അതേ പ്രകാരം നബി തങ്ങളുടെ മുടി ചുരുണ്ടതോ നീണ്ടതോ ആയിരുന്നില്ല. നബി തങ്ങളുടെ നിറം ഒരു ഇളം ചുവപ്പായിരുന്നു, നടക്കുമ്പോൾ മുന്നോട്ട് അല്പം ചായുമായിരുന്നു. ഇനി മൂന്നാമത്തെ ഹദീസ്, ഹദ്ദസനാ മുഹമ്മദ് ബിൻ ബശാരിൻ യഅനി അൽ അബ്ദി قال حدثنا محمد بن جعفر قال حدثنا شعبة عن أبي إسحاق قال سمعت البراء بن عازب, ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു. എന്താണ്? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു റജുലൻ മർബൂഅൻ, നല്ല ഒരു ഒത്ത നീളമുള്ള ആളായിരുന്നു, ഒരു ഒത്ത നീളമുള്ള ആളായിരുന്നു. പിന്നെ ചില റിപ്പോർട്ടിൽ റിജിലൻ എന്നുണ്ട്. റിജിലൻ അല്ല, റജിലൻ, റജുലൻ എന്നുള്ളിടത്ത് റജിലൻ മർബൂഅൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചീകി ഒതുക്കിയ മുടിയുള്ള ആളായിരുന്നു. റജില് രണ്ടുണ്ട്. അപ്പം റജുല് എന്ന് പറയുമ്പോൾ ഒരു ഒത്ത നീളമുള്ള, റജുലൻ മർബൂഅൻ എന്ന് പറയുമ്പോൾ ഒത്ത നീളമുള്ള ആളായിരുന്നു. മറ്റത് റജിലൻ എന്ന് പറയുമ്പോൾ ചീകി ഒതുക്കിയതായ മുടിയുള്ള ആളായിരുന്നു. മുടി നല്ലോണം ചീകി ഒതുക്കിയവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ബഈദ മാ ബൈനൽ മങ്കിബൈനി, രണ്ട് ചുമലുകൾക്കിടയിൽ വിശാലതയുള്ളവരായിരുന്നു. അലീമൽ ജുമ്മത്തി ഇലാ ഷഹ്മത്തി ഉദുനൈഹി, ചെവിക്കുറ്റിയോളം ഇടതിങ്ങിയ മുടിയുള്ളവരായിരുന്നു. ചെവിക്കുറ്റിയോളം തിങ്ങിയതായ മുടിയുള്ളവരായിരുന്നു. വ അലൈഹി ഹുല്ലത്തുൻ ഹംറാഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ ചുവന്ന വസ്ത്രം ഉണ്ടാകാറുണ്ടായിരുന്നു. രണ്ട് വസ്ത്രമൊക്കെ ഉണ്ടാകും, കാണാം, സൗബാനി ഔ സൗബുൻ ലഹു ലഹാറത്തുൻ, രണ്ട് വസ്ത്രം. അപ്പം മേലുള്ളത് ഇങ്ങനെ ചുവന്നതാണ്, അതാ അലൈഹി ഹുല്ലത്തുൻ ഹംറാഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുകളിൽ ഉണ്ടാവാറുണ്ട് ഏത്? ചുവന്നതായ വസ്ത്രം. മാ റഅയ്തു ശൈഅൻ ഖത്തു അഹ്സന മിൻഹു, ഞാൻ ഒന്നിനെയും കണ്ടിട്ടില്ല, ഒരു വസ്തുവിനെയും ഞാൻ കണ്ടിട്ടില്ല
അഹ്സന മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സൗന്ദര്യമുള്ളതായി ഞാൻ ആരെയും ദർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സൗന്ദര്യമുള്ളതായി ഞാൻ ആരെയും ദർശിച്ചിട്ടില്ല. അപ്പം ഈ 3 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ തങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസ് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.